തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ബാലൻ സിനിമയുടെ പ്രധാന ലൊക്കേഷനായ വയനാട്ടിലെ ചേകാടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വനം വകുപ്പിന് വെല്ലുവിളിയാകുന്നു. സിനിമയുടെ വിജയത്തോടെ ഇവിടേക്കെത്തുന്ന സന്ദർശകരുടെയും യൂട്യൂബർമാരുടെയും തിരക്ക് വനമേഖലയുടെ സുരക്ഷയെ ബാധിച്ചു തുടങ്ങി. കാട്ടുനായ്ക്ക ഉന്നത നിവാസികൾക്ക് ഉപകാരപ്രദമായതിനാൽ ഇത് പൊളിച്ചുമാറ്റാൻ വനം വകുപ്പിന് താൽപര്യമില്ലെങ്കിലും വന്യജീവികളുടെ സുരക്ഷ കണക്കിലെടുത്ത് കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതർ. ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. ആദ്യം തൊടുപുഴ ഭാഗങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് സിനിമകളാണ് ഓരോ മാസവും ഓരോ സ്ഥലത്തായിട്ട് നടക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഷൂട്ടിങ്ങിന് ആളുകൾ വരുമ്പോൾ ഒരുപാട് സഹകരണം ഇവിടെയുള്ള ജനങ്ങൾ സഹകരിക്കാറുണ്ട്. എന്നാൽ ചില ഷൂട്ടിംഗ്കാരൊക്കെ അവിടെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കി പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു സിനിമ കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വാർത്തയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ വളരെ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബാലൻ എന്ന സിനിമ, ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ എന്ന സിനിമ ഇന്ന് വളരെ ഏറെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഷൂട്ട് ചെയ്തത് വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ ഈ ചേകാടിയിലെ കുന്തുവാടി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുനായ്ക്കൾ ഭാഗങ്ങൾ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായ ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങളിൽ ചിത്രീകരിച്ച ഒരു ബസ് സ്റ്റോപ്പ്, അത് സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചതാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പ് നമുക്ക് കാണാം. ഇത് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള നിരവധി ആദിവാസികൾക്കൊക്കെ ബസ് കാത്തു നിൽക്കാൻ വേണ്ടി ഈ സിനിമാക്കാർ ഇവിടെ ഇവർക്ക് വേണ്ടി കൊടുത്തുപോയതാണ്. ഒരുപക്ഷെ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ബസ് വരുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കാടാണ്, ആനക്കാടാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ബസ് കാത്തു നിൽക്കാനുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലായിരുന്നു. ഈ അവസരത്തിലാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇവിടെയുള്ള നാട്ടുകാർക്കായി ഈ ഒരു ബസ് സ്റ്റോപ്പ് ഒരുക്കി കൊടുത്തത്. എന്തായാലും നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ബസ് സ്റ്റോപ്പ് കൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ നമുക്കൊരു ചേർന്നത്. ചേട്ടാ നമസ്കാരം, പേരെന്താ? ബൊമ്മൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇരിക്കുന്ന ബസ് സ്റ്റോപ്പ് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി നിർമ്മിച്ചത്. പക്ഷെ ഇത് നിങ്ങൾക്കായിട്ട് തന്നു പോയിരിക്കുകയാണ് അല്ലേ? എന്താണ് അവർ പറഞ്ഞത്? നിങ്ങൾക്ക് സിനിമ അവര് പോസ്റ്റ്കാരോട് അനുവാദം കിട്ടിയ നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു. അല്ലെ ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഗുണം നമുക്ക് ഇപ്പൊ നല്ല തന്നെ ഗുണം. ബസ് കാത്തിരിക്കാൻ സ്കൂൾ പിള്ളേർക്ക് വന്ന് നിൽക്കാൻ, ബസ്സിൽ കയറി പോകാൻ വേണ്ടി. ആദ്യം മഴയൊക്കെ പെയ്യുമ്പോ മരത്തിന്റെ ചോട്ടൊക്കെ ആയിരുന്നു. അപ്പൊ ഇതുകൂടെ കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം വളരെ ഉപകാരമായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ വേറെ ആളുകളുണ്ട് ഇവിടെ 10-30 കോളനിയുണ്ട്. ഇവിടെ 3 കോളനി. നിങ്ങൾക്ക് ഇതുവരെ ഒരു ബസ് സ്റ്റോപ്പ് ആഗ്രഹം പറഞ്ഞിട്ട് ആരും വെച്ച് തന്നിട്ടില്ല? അപ്പൊ എവിടെയായിരുന്നു ബസ്സൊക്കെ സാധാരണ നിർത്താറ്? സാധാരണ നിർത്താൻ അവിടെ ഒറ്റക്കാലിൽ വെച്ച് അങ്ങനെ അപ്പുറത്ത് നിർത്തും. ആളുണ്ടെങ്കിൽ നിർത്തും, ഇല്ലെങ്കിൽ പോകും. അങ്ങനെയാണല്ലേ? പക്ഷെ ഇപ്പൊ ബസ് നിർത്തുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഈ ബസ് സ്റ്റോപ്പ് വന്നാൽ എന്താണ് ഷൂട്ടിംഗുകാർ പറഞ്ഞത്? നിങ്ങൾക്കായിട്ട് തന്നതാണെന്ന് പറഞ്ഞു. തന്നതായോ? നിങ്ങൾക്കായിട്ട് ഞാൻ തരാം. വാർത്തക്കാരോട് അനുവാദം കിട്ടിയ നിങ്ങൾക്ക് ഇത് പൊളിക്കാതെ ഞങ്ങൾ ഇവിടെ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ അനുവാദം കിട്ടിയ കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഉപകാരമായി. ഇപ്പൊ അത് പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നുണ്ടോ? പരാതി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് പൊളിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ പുറത്തുകാർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പൊളിക്കണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. ഫോറസ്റ്റുകാരൻ നിങ്ങൾക്ക് അനുകൂലമാണോ? അല്ല, അത് തന്ന് അവരിന്നലെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് പൊളിക്കണ്ടെന്ന് പറഞ്ഞു. ആവശ്യമുള്ളതല്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ പരാതി കൊടുത്ത ചില ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിലൊരു ഉപകാരം കിട്ടി. ഈ ഒരു കാടിന്റെ നടുക്ക് ഇത്തരത്തിലൊരു ഉപകാരം കിട്ടിയിട്ടും അതിനെ ചിലർ എതിർക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കാരണം ഇത് പൊളിച്ചു മാറ്റണമെന്നാണ് ചിലർ പറയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെയുള്ള ചില നാട്ടുകാരുടെ നമുക്ക് അവരോട് ചോദിക്കാം. ഇപ്പോ ഞാനീ പറഞ്ഞതുപോലെ തന്നെ ബാലൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ, ഇവിടെയുള്ള ആദിവാസികൾ, നമുക്കറിയാം അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോ അവർക്ക് ഒരു ബസ് സ്റ്റോപ്പ് കിട്ടിയിട്ടും അത് പൊളിച്ചു മാറ്റണമെന്നാണ് ചില ആളുകൾ പറയുന്നതെന്ന് പറയുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? സാധാരണ നിലയിലൊരു ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ അവർ എല്ലാം പൊളിച്ചുകൊണ്ട് പോക്കാണ് പതിവ്. സിനിമ ലൊക്കേഷനിലുള്ള അവർ പൊളിച്ചുകൊണ്ട് പോക്കാണ്. ഇതിപ്പം ഈ കുണ്ടുവാടിയിലെ ഈ കോളനിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ബസ് സ്റ്റോപ്പാണ്. അത് ജനങ്ങൾക്ക് ഉപകാരമാകട്ടെ എന്ന രീതിയിലാണ് സിനിമ അധികൃതർ, സിനിമ അണിയറ പ്രവർത്തകരും ഇത് ഇവിടെ ബാക്കിയാക്കി പോയത്. ഇത് പൊളിക്കണം എന്ന് പറഞ്ഞ് ചിലർ മുന്നോട്ട് വരുന്നുണ്ട്. അത് ഈ പ്രദേശത്തോടുകൂടി കാണിക്കുന്ന ഒരു അനീതിയും ഒപ്പം ഈ കോളനിക്കാരോട് കാണിക്കുന്ന ഒരു വഞ്ചനയുമാണ്. ഏതായാലും ഇത്തരം ഈ ബസ് കാത്തുനിൽക്കാനും കോളനിക്കാർ പറയുന്ന കുട്ടികൾക്കടക്കം ബസ് കാത്തു നിൽക്കാനും യാത്രക്കാർക്കടക്കം ബസ് കാത്തു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിലനിർത്തണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഫോറസ്റ്റിന്റെ അനുമതി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആരായിരിക്കും ഇത് എതിർക്കുന്നത്? അതിനെപ്പറ്റി അറിയില്ല. കാരണം വനം വകുപ്പിന് പരാതി ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
അതിന്റെ എന്തായാലും ഈ ഒരു സ്ഥലം തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കറിയാം ഈ ഒരു സ്ഥലത്താണ് ഈ ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ മുക്കാഭാഗം ഷൂട്ടുകളും ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമാക്സിലൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും അതിന്റെ അണിയറ പ്രവർത്തകർ ഇവിടെയുള്ള ഈ ആദിവാസികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കൊടുത്ത ഒരു ബസ് സ്റ്റോപ്പാണിത്. ഇത് കാണുന്നതിന് വേണ്ടി തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഒക്കെ നിരവധി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരമുള്ള, പ്രത്യേകിച്ച് പിന്നോക്കത്ത് നിൽക്കുന്ന ആദിവാസികൾക്ക് അവർക്കും അവരുടെ കുട്ടികൾക്കുമൊക്കെ ഉപകാരപ്രദമായ ഈ ഒരു ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ചേകാടിയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.